ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലത്താണ്. കടക്കാട്ട് പറ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനിന്ന് വന്നത് നമ്മളൊക്കെ മറന്നു പോയിട്ടുള്ള, അതായത് ആരും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആരും അതിന് സമയം കണ്ടെത്താത്ത ഒരു സ്ഥലത്തുള്ളത് നൊസ്റ്റാൾജിക് ഏരിയയിലാണല്ലേ. അതായത് പാടം, വയൽ, വരമ്പ്, ഇങ്ങനെയുള്ളൊരിത്. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് ഇതിലൊക്കെ വന്ന് കുളിച്ചിട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നത്. അന്നൊന്നും ആർക്കും ഒരു അസുഖമോ പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇതിലൊന്ന് വെള്ളത്തിൽ തൊടുമ്പോഴത്തിന് അസുഖം, പ്രശ്നങ്ങൾ, ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാണ്. എല്ലാവരും അതിന് അവോയ്ഡ് ചെയ്യുകയാണ്. പ്രകൃതിയുമായിട്ട് എല്ലാവരും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയത്തും കൂടിയാണിത്. ഇന്നിപ്പോൾ മഴ ചെയ്തിട്ട് നമ്മൾ ഇവിടെയൊക്കെ വേറൊരു ലെവലിലാണ് ഇവിടെ. അപ്പോൾ അതിലേക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടി, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലത്താണ്. കടക്കാട്ട് പറ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനിന്ന് വന്നത് നമ്മളൊക്കെ മറന്നു പോയിട്ടുള്ള, അതായത് ആരും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ആരും അതിന് സമയം കണ്ടെത്താത്ത ഒരു സ്ഥലത്തുള്ളത് ഈ നൊസ്റ്റാൾജിക് ഒരു ഏരിയയിലാണല്ലേ. അതായത് പാടം, വയൽ, വരമ്പ്, ഇങ്ങനെയുള്ളൊരിത്. നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് ഇതിലൊക്കെ വന്ന് കുളിച്ചിട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നത്. അന്നൊന്നും ആർക്കും ഒരു അസുഖമോ പ്രശ്നമൊന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാവർക്കും ഇതിലൊന്ന് വെള്ളത്തിൽ തൊടുമ്പോഴത്തിന് അസുഖം, പ്രശ്നങ്ങൾ, ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാണ്. എല്ലാവരും അതിന് അവോയ്ഡ് ചെയ്യുകയാണ്. പ്രകൃതിയുമായിട്ട് എല്ലാവരും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയത്തും കൂടിയാണിത്. ഇന്നിപ്പോൾ മഴ ചെയ്തിട്ട് നമ്മൾ ഇവിടെയൊക്കെ വേറൊരു ലെവലിലാണ് ഇവിടെ. അപ്പോൾ അതിലേക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടി, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മൾ ചാടി കുളിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഏരിയ ആണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടിപൊളി, സൂപ്പർ ഏരിയ. ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ കുളി. ഭയങ്കര എൻജോയ്മെന്റ്. അതാ വെള്ളം ഇഷ്ടം പോലെ വെള്ളം, നല്ല ഒഴുകിപ്പോണ വെള്ളമാണ്, പ്യുവർ വാട്ടർ. നമ്മൾ ഇതിലൊക്കെ വന്ന് കുളിക്കുമ്പോഴാണ് മനുഷ്യന് പ്രതിരോധ ശക്തി കൂടുള്ളൂ. അല്ലാതെ വെറും വെള്ളം ചൂടാക്കി അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി കൂടില്ല. ഇതുപോലുള്ള അവസ്ഥയിലാണ് മനുഷ്യന് ഈ പ്രകൃതിയുമായിട്ട് ഇടപെട്ടിട്ടാണ് മനുഷ്യൻ്റെ ആ ഒരു നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. പേരെന്താ പോലെ? പേര് എത്ര സ്കൂളാ? LKG പോയല്ലോ? LKG-ലാ? ഇപ്പൊ കണ്ടില്ലേ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നമ്മളെ ഈ ഏരിയയിൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഏതായാലും നിങ്ങളൊക്കെ അവിടെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇതിലും വലിയൊരു സ്ഥലം വേറെ ഒന്നും ഉണ്ടോ അറിയില്ല. ഇവിടേക്ക് വരാനുള്ളൊരു വഴി അത് ആലുങ്ങൽ, പാടട്ടാലുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചൊവ്വയിൽ ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണിത് ഉള്ളത്. ലൊക്കേഷൻ പാടട്ടാലുങ്ങൽ.